ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മള് ഫ്രോയിഡിനെ വളരെ ആഴത്തില് നോക്കി. ഇനി ഫ്രോയിഡിന്റെ തിയറിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രോയിഡിന്റെ സൈക്കോഅനാലിറ്റിക് തിയറിയും തെറപ്പിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പോ ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഗ്നോയുടെ MA സൈക്കോളജിയുടെ മെറ്റീരിയൽ രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോ ഞാൻ നമ്മുടെ MSc-കാർക്ക് നെറ്റ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തവർക്ക് നെറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ എപ്പോഴും ഇനി വിചാരിക്കുന്നത് രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ്. കാരണം അത് കുറച്ചുകൂടെ നല്ല കണ്ടന്റ്സ് ഉണ്ട്. സോ രണ്ടും കൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നമ്മുടെ MA-ക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവർക്കും നിങ്ങളതും കൂടെ പഠിക്കാനും പറ്റും. നിങ്ങൾ നെറ്റ് എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എംഫസിസ് ഓൺ സൈക്കോഡൈനാമിക്സ്. എന്താണ് സൈക്കോഡൈനാമിക്സ് എന്ന് ആദ്യം നോക്കാം. ഫ്രോയിഡ് സൈക്കോഅനാലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി. He explains behavior and personality in terms of unconscious dynamics within the individual and also internal conflicts, attachment and motivation. കണ്ടോ, അദ്ദേഹം ഒരാളുടെ ബിഹേവിയറിനും പേഴ്സണാലിറ്റിക്കും, അതായത് ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ എന്റെ പേഴ്സണാലിറ്റിക്കോ കാരണം എന്റെ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ എന്റെ ഉള്ളിൽ കിടക്കുന്ന കോൺഫ്ലിക്ട്സ്, അറ്റാച്ച്മെന്റും മോട്ടിവേഷനും ഒക്കെ കാരണമാണ് ഞാൻ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാനിപ്പോ ഒരു ബിഹേവിയർ എടുക്കുന്നതോ അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി. ഫോർ എക്സാമ്പിൾ പറയാണ്, എനിക്ക് എല്ലാവരെയും സംശയമാണ്, ഞാൻ എല്ലാ സാധനങ്ങളും ഭയങ്കര സംശയത്തോടാണ് ചെയ്യുന്നത്. എന്റെ ബിഹേവിയർ ഒക്കെ സംശയമായിട്ടാണ്. എന്റെ പേഴ്സണാലിറ്റി എന്താണ്, പാരനോയിഡ് പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ഞാൻ പാരനോയിഡ് പേഴ്സണാലിറ്റി, എന്റെ ബിഹേവിയർ പാരനോയിഡും ആണെങ്കിൽ അതിന് കാരണം എന്റെ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയലും ഓൾസോ എന്റെ ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും എന്റെ ഇന്റേണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റും മോട്ടിവേഷനും ഒക്കെ കാര്യമായിരിക്കും അതിന്റെ കാരണം എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. He believed that adult personalities are formed by experience in childhood. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കേസ് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ അദ്ദേഹവും വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഒരാളുടെ പേഴ്സണാലിറ്റിക്ക്, അഡൾട്ട് പേഴ്സണാലിറ്റിക്ക് കാരണം നിങ്ങൾക്കറിയാം സൈക്കോസെക്ഷൽ സ്റ്റേജസ് പ്യൂബർട്ടി വരെയുള്ളൂ. അതായത് ഈ പ്യൂബർട്ടി വരെ നമുക്ക് സംഭവിക്കുന്നതിന്റെ ബാക്കി പത്രമായിരിക്കും നമുക്ക് പിൽക്കാലത്ത് അനുഭവപ്പെടുക എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. He said is behavior driven by unconscious biologically based urges that demand gratification. അദ്ദേഹം പറഞ്ഞു, ബിഹേവിയർ, നമ്മുടെ ഓരോ ബിഹേവിയറിന് കാരണം നമ്മുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൂടാതെ ബയോളജിക്കലി ഉള്ള നമ്മുടെ ത്വരകൾ, ഏർജസ് ഒക്കെയാണ് നമ്മളെ ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഫ്രോയിഡിന്റെ തിയറി പ്രകാരമുള്ള മേജർ കോൺസെപ്റ്റ്സ്: ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഡിഫറെന്റ് ഇൻസ്റ്റിങ്ക്ട്, സൈക്കോസെക്ഷൽ സ്റ്റേജസ്, ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ. അപ്പൊ അതേ സമയമുള്ളതാണ് നമുക്ക് സൈക്കോഡൈനാമിക് തിയറി എന്ന് പറയുന്നത്. സൈക്കോഡൈനാമിക് തിയറി ഇൻക്ലൂഡിങ് കാരൻ ഹോണിയും സലീവനും ആർക്കുണ്ട്, നമ്മുടെ MA സൈക്കോളജിക്കാർക്കുണ്ട്. സോ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അവരുടെ 5th ചാപ്റ്റർ ആയിട്ടാണ്. നിങ്ങളെ പോലെ തന്നെ അവർക്ക് പേഴ്സണാലിറ്റി എന്നൊരു സബ്ജക്ട് ഉണ്ട്. അതിന്റെ 5th ചാപ്റ്ററിലാണ് അവർക്ക് പറയുന്നത്. നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക് തിയറി. There are certain assumptions that make the distinction between psychodynamic theories and other theories of personality. Psychodynamic theory-നെയും other theories-നെയും വ്യത്യസ്തമാക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് മറ്റ് പേഴ്സണാലിറ്റി തിയറികളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് സൈക്കോ അനാലിറ്റിക് തിയറിയും ആൻഡ് സൈക്കോ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസും. എന്താണ്? Our behavior and feeling are powerfully affected by unconscious motives. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിഹേവിയറിന്റെയും നമ്മുടെ ഫീലിങ്സിന്റെയും ഒക്കെ കാരണം അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ. എന്ത് മെറ്റീരിയലാണ് ശരിക്കും അൺകോൺഷ്യസ് ഉണ്ടാവുക? നമ്മുടെ തന്നെ ഓർമ്മകളാണ്. അതായത് നമ്മുടെ സ്വന്തം ഓർമ്മകൾ, നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത നമ്മുടെ തന്നെ ഓർമ്മകൾ നമ്മൾ അൺകോൺഷ്യസിൽ കൊണ്ട് ഇടും. അത് നമ്മളെ എന്ത് ചെയ്യും? പിന്നീടുള്ള പേഴ്സണാലിറ്റിനെയും ബിഹേവിയറിനെയും ബാധിക്കും. ഒരു കേസ് കൂടി പറയാം. ഒരു പെൺകുട്ടി ഫ്രോയിഡിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് അടുത്ത വീട്ടില് മരണം സ്വപ്നം കാണുന്നു എന്ന്. അടുത്ത വീട്ടിലെ മരണം എങ്ങനെ സ്വപ്നം കാണുന്നു, അങ്ങനെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഫ്രോയിഡ് ഡീപ്പായിട്ട് ആ കുട്ടീനെ സൈക്കോ അനാലിസിസ് ചെയ്തപ്പോൾ മനസ്സിലായത്, ഡ്രീം അനാലിസിസും അൺകോൺഷ്യസ് മെറ്റീരിയലും ഒക്കെ റിവീൽ ചെയ്തപ്പോൾ മനസ്സിലായത്, പണ്ട് കുറച്ചു മുൻപ് ആ അടുത്ത വീട്ടില് ഒരു മരണം നടന്നിരുന്നു.
മരണം നടന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ വന്നിരുന്നു. ഈ പെൺകുട്ടിക്ക് പയ്യനോട് ഒരു ക്രഷ് അന്നേരം തോന്നി. അതത്ര വലിയ സീരിയസ് ആയിട്ടുള്ളതെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സ് അവള് പോലും അറിയാതെ ഈ ക്രഷ് എന്താക്കി അൺകോൺഷ്യസ് കൊണ്ടിട്ടു. പിന്നെ അവൾക്ക് ഓർമ്മയില്ല, അതായത് ഞാനിങ്ങനെ ഒരാളെ കണ്ടിരുന്നു, എനിക്ക് അയാളുടെ ക്രഷ് അടിച്ചിരുന്നു, ഒന്നും ഓർമ്മയില്ല. പക്ഷെ ആ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ അവിടെ കിടന്നിട്ട് പണിയാൻ തുടങ്ങി. അതായത് അടുത്ത വീട്ടിലെ മരണം സ്വപ്നം കാണാം. കാരണം അടുത്ത വീട്ടിലൊരു മരണം ഇനിയും നടന്നാൽ ആ പയ്യൻ അവിടെ വീണ്ടും വരും, കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് പറയുന്നത്. അതായത് അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും പിന്നീടുള്ള നമ്മുടെ ബിഹേവിയറിനെയും ഫീലിങ്സിനെയും പവർഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാമെന്ന് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അവർ ബിഹേവിയർ ആൻഡ് ഫീലിംഗ്സ് ആസ് അഡൾട്ട് ഇൻക്ലൂഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആർ റൂട്ടഡ് ഇൻ അവർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഇത് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ സൈക്കോളജിസ്റ്റുകാരും. നമുക്ക് എന്ത് സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്ത് ബിഹേവിയർ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ റൂട്ട് കിടക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടീനെ ചൈൽഡ്ഹുഡിൽ വാർത്തെടുക്കുന്നത് നമ്മൾ ഭയങ്കര കെയറിങ് കൊടുക്കണം എന്ന് പറയുന്നത്. ഓൾ ബിഹേവിയേഴ്സ് ഹാവ് എ കോഴ്സ്. എല്ലാ ബിഹേവിയറിനും ഒരു കാരണമുണ്ട്. യൂഷ്വലി അൺകോൺഷ്യസ് ആയിരിക്കും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഈവൻ സ്ലിപ്പ് ഓഫ് ദി ടങ്, നമ്മുടെ നാവിൽ നിന്ന് വഴുതി വീഴുന്ന നമ്മൾ പോലും അറിയാത്ത വാക്കുകൾക്ക് പോലും ഉള്ളർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. Therefore all behaviors is determined. Personality is made up of 3 parts. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 3 പാർട്സ് കൊണ്ടാണ്. ട്രിപ്പാർട്ടൈറ്റ് എന്നാണ് അദ്ദേഹം വിളിച്ചത്, ട്രൈപ്പാർട്ടൈറ്റ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ബിഹേവിയർ ഇസ് മോട്ടിവേറ്റഡ് ബൈ 2 ഇൻസ്റ്റിങ്ക്റ്റൽ ഡ്രൈവ്. നമുക്ക് 2 ഇൻസ്റ്റിങ്ക്റ്റൽ ഡ്രൈവ് ഉണ്ട് എന്നാണ്. അതാണ് നമ്മുടെ ബിഹേവിയറിനെ കാരണമാകുന്നത്. ഒന്ന് സെക്സ് ഡ്രൈവ്, ഇറോസ് ആണ്. ഇറോസ് സെക്സ് ഡ്രൈവ് ആൻഡ് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. തനാറ്റോസ് അഗ്രസീവ് ഡ്രൈവ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മൾ 2 ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ട് നമുക്ക്. ഒന്ന് നമ്മുടെ സെക്സും ലൈഫും ആണ്. രണ്ടാമത്തത് അഗ്രഷനും ഡെത്തും എന്നാണ് പറയുന്നത്. ബോത്ത് ദീസ് ഡ്രൈവ്സ് കം ഫ്രം ഇറ്റ്. ഈ 2 ഡ്രൈവ്സും ഇറ്റ് എന്ന പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അടങ്ങിയിരിക്കുന്നത്. Parts of the unconscious mind, the id and superego, are constant conflict with the conscious part of mind, ego. ഇനി ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ 3 പാർട്സ് ആണ്. ഇതിൽ ഇഡും സൂപ്പർ ഈഗോ രണ്ടും അൺകോൺഷ്യസിലാണ്. ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ മാത്രമാണ് കോൺഷ്യസ് ലെവലുള്ള. ഈ അൺകോൺഷ്യസിൽ കിടക്കുന്ന 2 എണ്ണം കോൺഷ്യസ് മൈൻഡ് ആയിട്ടുള്ള ഈഗോയുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ആ കോൺഫ്ലിക്റ്റ് കൂടുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ന്യൂറോസിസ് വരുന്നത് എന്ന് ഫ്രോയിഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Personality is shaped as the drives are modified by different conflict at different times in childhood. കാരണം നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് ചൈൽഡ്ഹുഡിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ നമുക്ക് നടക്കുന്ന കോൺഫ്ലിക്റ്റിൽ ഫിക്സേറ്റഡ് ആയി പോയിട്ട് അതിന്റെ ബാക്കി പത്രമായിട്ടാണെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. The words psychodynamic and psychoanalytic are often confused. ഇതൊന്ന് ശ്രദ്ധിക്കണം, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. It should be remembered that Freud's theory is psychoanalytic, whereas the term psychodynamic refers to both his theory and those of his followers. Psychoanalytic അല്ലെങ്കിൽ psychoanalysis കംപ്ലീറ്റ്ലി ആർതാണ്? ഫ്രോയിഡിന്റേതാണ്. അദ്ദേഹത്തിന്റെ തിയറിനെയും അദ്ദേഹത്തിന്റെ എന്താ പറയാ സൈക്കോതെറാപ്പിനെ എല്ലാം കൂടിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൈക്കോ ഡൈനാമിക്? അത് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് പ്ലസ് ഫ്രോയിഡിന്റെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. അഡ്ലർ ആയിക്കോട്ടെ, ഫ്രോം ആയിക്കോട്ടെ, ഇവരൊക്കെ ഫ്രോയിഡിനെ പിൻപറ്റിയവരാണ്, നിയോ ഫ്രോയിഡിയൻസ് ആണ്. അപ്പൊ ഈ നിയോ ഫ്രോയിഡിയൻസിന്റെയും കൂടെ തിയറിനെ ചേർത്ത് പറയുന്നതാണ് എന്ത്? നമ്മുടെ സൈക്കോ ഡൈനാമിക്സ്. അപ്പൊ ഒന്നുകൂടി പറയാണ്, മറ്റ് പേഴ്സണാലിറ്റി തിയറിയിൽ നിന്ന് സൈക്കോ ഡൈനാമിക്സ് ഒത്തിരി വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് ഒത്തിരി വ്യത്യസ്തമാണ്. സൈക്കോ ഡൈനാമിക് ഒത്തിരി വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മുടെ ബിഹേവിയറിനെയും ഫീലിങ്സിനെയും ഒക്കെ കാരണം എന്നാണ് സൈക്കോ ഡൈനാമിക്സിൽ പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? നമ്മുടെ എന്ത് ബിഹേവിയർ നമ്മൾ എടുത്തോട്ടെ അതിനൊരു കാരണമുണ്ട്. ഈവൻ സ്ലിപ്പ് ഓഫ് ദി ടങ്ങിന് പോലും ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ട് ചൈൽഡ്ഹുഡിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റിയിൽ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ഉണ്ട്. അതിൽ ഇഡും സൂപ്പർ ഈഗോയും അൺകോൺഷ്യസിലാണ് വരുന്നത്, പക്ഷെ ഈഗോ കോൺഷ്യസ് ലെവലാണ്. ഈ ഇഡും സൂപ്പർ ഈഗോയുമായിട്ട് എപ്പോഴും എന്തായിരിക്കും? ക്ലാഷ് ആയിരിക്കും, കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അത് നമ്മളെ ആൻസൈറ്റിയിലേക്കും ന്യൂറോസിസിലേക്കും എത്തിക്കുന്നതാണ്. അത് കണക്ക് നമുക്ക് 2 ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ട്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും സെക്സ് ഡ്രൈവും കൂടി ചേർന്ന് ഇർസും, ഡെത്ത് ആൻഡ് അഗ്രസീവ് ചേർന്ന് തനാറ്റോസും. പിന്നെ
ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് എന്ത് കോൺഫ്ലിക്റ്റ്, എന്ത് ബിഹേവിയറിലേക്ക് അഡൽട്ടിൽ വരുന്ന എന്ത് കോൺഫ്ലിക്റ്റ് ബിഹേവിയറിനൊക്കെ കാരണം വിവിധ സ്റ്റേജുകളിൽ നമുക്ക് വരുന്ന കോൺഫ്ലിക്റ്റ് ഫിക്സേഷനുമാണ്. അതായത് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ട് അല്ലെ. നമുക്ക് ആ സ്റ്റേജിൽ എവിടെയെങ്കിലും നമ്മൾ ഫിക്സേറ്റഡ് ആയി പോവുകയാണെങ്കിൽ പിൽക്കാലത്ത് അതിന്റെ ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. കാരണം ആ ഫിക്സേറ്റഡ് ആയിട്ടുള്ള സാധനം നേരെ മൈൻഡ് കൊണ്ട് അൺകോൺഷ്യസിലിടും. അത് അഡൽഹുഡിൽ നമ്മളെ സാരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തും. വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സൈക്കോ ഡൈനാമിക്കും സൈക്കോ അനാലിറ്റിക്കും തമ്മിൽ വ്യത്യാസമാണ്. ഫ്രോയിഡിന്റെ തിയറിയും പ്രിൻസിപ്പിൾസും ആണ് സൈക്കോ അനാലിറ്റിക് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. ഫ്രോയിഡിന്റെയും നിയോ ഫ്രോയിഡിയൻസിന്റെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് സൈക്കോ ഡൈനാമിക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പൊ നമുക്ക് ഫ്രോയിഡിന്റെ ടോപ്പിക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലേക്ക് കടക്കാം. The structure of personality, the following 2 models have been developed by Freud. Topographical model അല്ലെങ്കിൽ ഡൈനാമിക് ഓർ സ്ട്രക്ചറൽ മോഡൽ. 2 മോഡലായിട്ടാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടോപ്പോഗ്രഫിക്കൽ മോഡൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. നമുക്ക് 3 രീതിയിലുള്ള കോൺഷ്യസ്നെസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. നമുക്കിപ്പോ ഓർമ്മയിലുള്ള എല്ലാം, എന്റെ പേര് അബ്ദുൽ നാഫിയാണ്, ഞാനിപ്പോ ഇരിക്കുന്ന അത്തോളി എന്റെ വീട്ടിലാണ്, അല്ല ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് MSc സൈക്കോളജിക്കാർക്കാണ്. ഇതിൽ കുറെ പേര് എനിക്കറിയാം. മവാൽ ഷാഹിൻ ആയിക്കോട്ടെ, മിസ്നേനെ ആയിക്കോട്ടെ, ഹൃതികേനെ ആയിക്കോട്ടെ, കുറെ പേരെ എനിക്കറിയാം അല്ലെ. ഇപ്പൊ പിന്നെ മവാൽ ആയിക്കോട്ടെ, മവാലിനെ പറ്റി കുറച്ച് ഓർമ്മകൾ എനിക്കുണ്ട്. ഹൃതിക ആയിക്കോട്ടെ, അവരൊക്കെ ഇന്റേൺഷിപ്പിന് വന്നവരാണ്. നിഷ്മ ആയിക്കോട്ടെ, നിഷ്മേനെ എനിക്കറിയാം, നിഷ്മേനെ ബാക്കി കുറെ അറിയാത്തവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? എന്റെ കോൺഷ്യസ് കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി സബ് കോൺഷ്യസ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒന്ന് ഓർത്തെടുത്താൽ എനിക്ക് പറ്റും. മവാല് ഏത് ടിപ്പിന്റെ ബാച്ചിലാണ് വന്നത്, ടൈപ്പിന്റെ ഏത് ബാച്ചിലാണ് വന്നത് എനിക്ക് ഓർമ്മയില്ല. മവാലും അതുപോലെ തന്നെ ഹൃതിക, എനിക്ക് തോന്നുന്നു ഹൃതികനെ ഒന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഹൃതിക ഒരു ഡിസംബർ ക്രിസ്മസ് ബാച്ചിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം വെക്കേഷനിൽ ഒരു ബാച്ചിൽ വന്നു. അത് ഏത് ബാച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ ഓർമ്മയില്ലെങ്കിലും ഒന്ന് ചിലപ്പോൾ ഓർത്തെടുത്താൽ ഒരു 15 16 അങ്ങനെ അങ്ങ് ഓർത്തെടുത്താൽ വരായിരിക്കും. അതായത് തന്നെ സബ് കോൺഷ്യസ് കിടക്കും. ഇപ്പൊ ഓർമ്മയില്ല, പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് ഓർമ്മ വരും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറയാം. നമ്മുടെ തന്നെ ഓർമ്മകൾ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അല്ലെങ്കിൽ ഓർത്തെടുത്താൽ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം ഓർമ്മകൾ നമ്മുടെ മൈൻഡ് കൊണ്ടുപോയി കുഴിച്ചിടുന്ന സ്ഥലമാണ് അൺകോൺഷ്യസ്. പിന്നെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല, ഡയറക്റ്റ് ആക്സസ് ഇല്ല. നമ്മുടെ തന്നെ ഓർമ്മകളായി, പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പിന്നെ അത് ഡ്രീമിലൂടെയോ സ്ലിപ്പ് ഓഫ് ദി ടങ്ങിലൂടെയൊക്കെയാണ് പുറത്തേക്ക്. ഇതാണ് ടോപ്പോഗ്രാഫിക്കൽ മോഡലിൽ പറയുന്നത്. Freud concluded that mental functioning could be described in terms of 3 states of consciousness. മെന്റൽ ഫംഗ്ഷനിങ്ങിനെ 3 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഒബ്വിയസ് ദ കോൺഷ്യസ് സ്റ്റേറ്റ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ളത് കോൺഷ്യസ് സ്റ്റേറ്റ് ആണ്. ദിസ് ഇൻക്ലൂഡ് വാട്ട് എവർ വൺ ഇസ് തിങ്കിങ് അബൌട്ട് അറ്റ് ദ മോമെന്റ്. നമ്മളിപ്പോ വരുന്ന എല്ലാം, നമുക്ക് ഓർമ്മയുള്ള എല്ലാം കോൺഷ്യസ്നെസ് ആണ്. ഫോർ എക്സാമ്പിൾ, യു ആർ കോൺഷ്യസ്ലി റീഡിംഗ് ദീസ് പേജ്, കോംപ്രിഹെൻഡിംഗ് ദ വേർഡ്സ്. ആസ് എ റിസൾട്ട്, കോൺഷ്യസ് സ്റ്റേറ്റ് റെപ്രസെന്റ് ദ ഷോർട്ട് ആൻഡ് ലിമിറ്റഡ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി. ഒരു ഷോർട്ട് ആൻഡ് ലിമിറ്റഡ് ആസ്പെക്ട് ആണ്. നമുക്ക് ഇപ്പൊ അറ്റ് ദ മൊമെന്റ് നമ്മൾ ഓർത്തിരിക്കുന്ന എല്ലാം കോൺഷ്യസ്നെസ്സിലാണ് വരുന്നത്. The second one is subconscious or preconscious state, which refer to all of these stored memories which are not part of our current thoughts but which can be brought into consciousness. നമുക്ക് ഇപ്പൊ കറണ്ട് തോട്ടിൽ ഇല്ല, പക്ഷെ ഒന്ന് ഓർത്തെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. For example, what do you have taken in your breakfast today? Even though you are probably not aware about the breakfast menu before the question was asked, but is now into your consciousness. The desires, wishes, thoughts and feelings which are not conscious present but could be recalled after making some efforts are stored in it. കണ്ടോ, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് എന്തായിരുന്നു അങ്ങനെ പറ 11:30 ഗ്രൂപ്പ് നോക്കട്ടോ. അപ്പൊ ഇപ്പൊ അറ്റ് ദ പ്രസന്റ് ഓർമ്മയില്ല, പക്ഷെ ഒന്ന് ഓർത്തെടുത്താൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ തന്നെ ഓർമ്മകളെയാണ് സബ് കോൺഷ്യസ് എന്ന് ഫ്രോയിഡ് വിളിച്ചത്. The third state of conscious contains all the memories and desire and elements of which we are unaware. നമ്മുടെ തന്നെ ഓർമ്മകൾ, നമ്മുടെ തന്നെ ഡിസയേഴ്സ്, നമ്മുടെ തന്നെ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മൾ അവെയർ കൂടെ അല്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അയാളുടെ അച്ഛനും അമ്മയും അയാൾ 2.5 വയസ്സുള്ളപ്പോ ബന്ധപ്പെടുമ്പം അമ്മേനെ അച്ഛൻ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അമ്മ കരയുമായിരുന്നു. അത് അയാൾക്ക് ഒരിക്കലും ഓർമ്മയില്ല. ബിക്കോസ് ദാറ്റ് വാസ് എന്താ പറയാ,
അയാളുടെ അൺകോൺഷ്യസ് ലെവലിൽ കിടപ്പുമായിരുന്നു. According to Freud, some of this material was never consciousness, but much of it consists material which caused so much anxiety that it was thrust out of consciousness and repressed. പലതും അയാൾക്ക് അവയറേ ഇല്ല, പക്ഷെ അവിടെ കിടന്ന് അത് റിപ്രസ് ചെയ്തിട്ടത്, ഈ അൺകോൺഷ്യസ് കൊണ്ടിടുന്നതിനെയാണ് റിപ്രസ് എന്ന് പറയുന്നത്. അവിടെ കിടന്ന് അത് നമുക്ക് നല്ല ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. Some of our hostile feeling, sexual craving and most desperate fears are so threatening that we must repress them. നമ്മുടെ ചില ഹോസ്റ്റൈൽ ഫീലിംഗ്, ഒരാളെ കൊല്ലണമെന്നോ ഒരാളെ ഉപദ്രവിക്കണോ എന്നുള്ള ഫീലിംഗ്, സെക്ഷൽ ക്രേവിങ്, അതുപോലെ തന്നെ ഭയങ്കര ഡിസ്പറേറ്റ് ആയിട്ടുള്ള ഫിയേഴ്സ്, ഇതൊക്കെ ഓർത്തിരുന്ന് നമുക്ക് ഭയങ്കര പേജർ. അപ്പൊ അമ്മായിമ്മക്ക് മരുമകനോട് പ്രണയം, അതൊരു സെക്ഷൽ ക്രേവിംഗ് ആണ്. അപ്പോ അത് ഓർത്തിരുന്നാൽ മകളുടെ ഭർത്താവാണ് സമൂഹം, മകൾ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. അപ്പോഴെന്താക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്രസ് ചെയ്തിട്ട് എവിടെ കൊണ്ടിടും എന്നാണ് പറയുന്നത്, അൺകോൺഷ്യസ് കൊണ്ടിടുന്നതാണ്. കീപ്പിംഗ് ദം അണ്ടർ ലോക്ക് ആൻഡ് കീ ഇസ് ദ റിസസ് ഓഫ് ദ അൺകോൺഷ്യസ്. കണ്ടോ, അത് അണ്ടർലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് താക്കോലെടുത്ത് കളയുന്ന പോലെ. കാരണം പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പേടിയും നമ്മുടെ കാര്യങ്ങളും അതവിടെ കൊണ്ടിടാം, പിന്നെ അങ്ങോട്ട് നമുക്ക് ആക്സസ് ഇല്ല. പക്ഷെ അത് അവിടെ കടന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് എന്ന് പറയും. അപ്പൊ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. മനസ്സിലായോ? വെരി ഗുഡ്. മാം, ഇത് ന്യൂ മെറ്റീരിയലാ? ഞാൻ പറഞ്ഞില്ല, ഇത് ഇഗ്നോയുടെ മെറ്റീരിയൽ ആണ്. ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും കേട്ടോ, നമ്മുടെ സ്റ്റുഡൻസിന് ഇന്ന് അപ്ലോഡ് ചെയ്ത് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, കാരണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ, നെറ്റ് ഓറിയന്റഡ് അല്ല, കുറച്ചുകൂടെ ആഴത്തിലേക്ക് പഠിക്കാൻ വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും എടുക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, എന്താണ് പറഞ്ഞത്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിക്ക് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഉണ്ട്, അതാണ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അതിലാണ് എന്ത്, കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇനി സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയുടെ ഡൈനാമിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മോഡലാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇതില് ആസ് യു നോ, നമ്മളെ ഡിഗ്രി ലെവലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഒന്നുകൂടി പറയാണ്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റിയുടെ കണക്ട്സ് ആണ്. അതിൽ ഇഡും സൂപ്പർ ഈഗോയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മെറ്റീരിയൽ ആണ്. ഈഗോ മാത്രമാണ് കോൺഷ്യസ് മെറ്റീരിയൽ. അപ്പൊ ഇഡ് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, നമ്മുടെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് ഒരു വാശി പിടിച്ച് പറയുന്ന കുഞ്ഞുകുട്ടി മുന്നും പിന്നും ഒന്നും നോക്കണ്ട, ആ ആഗ്രഹം അങ്ങോട്ട് എന്താണ് സാധിച്ചാൽ മാത്രം മതി എന്ന് നോക്കുന്ന പേഴ്സണാലിറ്റിയുടെ പാർട്ടാണ് ഇഡ് എന്ന് പറയുന്നത്. ഈഗോ എപ്പോഴും റിയാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് കറക്റ്റ് കാര്യകാരണങ്ങൾ ഗൗരവത്തോടെടുത്ത് ആ റിയാലിറ്റി മനസ്സിലാക്കുന്ന പ്രിൻസിപ്പിളാണ്. സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. സമൂഹം എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ആൾക്ക് ചെയ്യാനുള്ള ത്വരയുണ്ട്, പക്ഷെ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. അതായത് സൂപ്പർ ഈഗോ ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഞാൻ എന്താ പറയാ, ഒരു പാർക്കിൽ പോയി. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി, ഒരു 10-13 വയസ്സുള്ള ഒരു പെൺകുട്ടി പിസ്സ കഴിക്കുന്നുണ്ട്. അപ്പൊ പിസ്സ കഴിക്കുന്നുണ്ട്, എനിക്ക് കൊതി വരികയാണ്, എനിക്ക് അപ്പൊ തട്ടിപ്പറിച്ച് തിന്നാൻ തോന്നുകയാണ്. അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ തട്ടിപ്പറിക്കുക എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ തട്ടിപ്പറിച്ചാൽ എനിക്ക് അടി കിട്ടുമെന്നോ, അല്ലെങ്കിൽ തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ പിടിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് തട്ടിപ്പറിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നെങ്കിൽ അവിടെ എന്റെ ഈഗോ ഇഡാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി ഇല്ല, അത് ആ കുട്ടിയുടെ പിസയാണ്, ഞാൻ ഒരിക്കലും തട്ടിപ്പറിക്കാൻ വേണ്ടി പാടില്ല, അങ്ങനെ ഞാൻ തട്ടിപ്പറിക്കുന്നത് ശരിയല്ല. അമ്മ നാളെ എനിക്ക് പോക്കറ്റ് മണി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ മേടിക്കാം, അല്ലെങ്കിൽ കിട്ടുമ്പോ മേടിക്കാം, കൊതിയുണ്ട്, അത് അവിടെ നിന്നോട്ടെ, എങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വർക്ക്ഔട്ട് ആണെങ്കിൽ അത് ഈഗോ ആണ് വർക്ക്ഔട്ട്. ഇനി തട്ടിപ്പറിക്കായിരുന്നു, പക്ഷെ അപ്പുറത്തെ ആളുകളുടെ അടി കിട്ടും, അടി കിട്ടുന്നതിനെ കൊണ്ട് തട്ടിപ്പറിക്കണം. കുട്ടിയുടെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അടി എനിക്ക് കിട്ടും, അടി കിട്ടും, അല്ലെങ്കിൽ ആളുകൾ എന്നെ വൈറലാക്കും, ഞാൻ കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തട്ടിപ്പറിക്കണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സൂപ്പർ ഈഗോയാണ് വർക്ക്ഔട്ട് ആവുന്നത്. Freud described a kind of mental map involving 3 regions or types of mental activity. These 3 regions are termed as id, ego, and superego. Id, the primary region of region എന്ന് പറയുന്നത് id തന്നെയാണ്. Freud proposed that it is present at birth and is totally unconscious.
തോട്ട് എന്ന ഇഡ് ജനനം മുതലുണ്ട് ടോട്ടലി അൺകോൺഷ്യസിലാണ്. ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദി പേഴ്സണാലിറ്റി ദാറ്റ് ഡീൽ വിത്ത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമേറ്റീവ് നീഡ്സ്, സെക്ഷൽ ഡിസയേഴ്സ് ആൻഡ് അഗ്രസീവ് ഇമ്പൾസ്. കണ്ടോ, നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നീഡ്സ്, സെക്ഷൽ ഡ്രൈവ്സ്, അഗ്രഷൻ. ഒരാൾ തല്ലാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ എന്താ പറയാ വൈൽഡ് ആയിട്ട് സെക്സ് ചെയ്യാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ തട്ടിപ്പറിച്ച ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണ്. പ്രൈമേറ്റീവ് നീഡ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അഗ്രസീവ് ഒക്കെ ഇമ്മീഡിയറ്റ് ഇപ്പൊ നടക്കണം, മുൻപിൻ ധാരണയിലാണ് ഇപ്പൊ നടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഇട്ടാണ്, വർക്ക്ഔട്ട് ആണ്. ഇറ്റ് ഇസ് ഗവേൺഡ് ബൈ പ്ലഷർ പ്രിൻസിപ്പിൾ. പ്ലഷർ മാത്രമാണ് ഇതിന്റെ ആധാരം. It demands the satisfaction of desire without regard for what is possible or what the consequences might be. എന്താണ് സംഭവിക്കുക, കോൺസിക്വൻസസ് എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഒന്നും നോക്കൂല, തട്ടിപ്പറിക്കുക, കഴിക്കാം. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്, പ്ലഷർ മാത്രമാണ് ഇട്ട് സീക്ക് ചെയ്യുക. ഫ്രം ദ ബർത്ത് ഉണ്ട് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, ma'am. വെരി ഗുഡ്. ഇനി അടുത്തത് ഈഗോയാണ്. The second region is ego. Since it has no concern with the demands of reality and logic. ഇതിലെ ഒരു വാശി പിടിച്ചു വരുന്ന കുട്ടീനെ പോലെയാണ്. റിയാലിറ്റി എന്താണെന്ന് ചിന്തിക്കൂല, ലോജിക് എന്താണെന്ന് ചിന്തിക്കൂല. സോ വിത്തൗട്ട് അഡീഷണൽ മെന്റൽ ഡെവലപ്മെന്റ് വി കുഡ് നോട്ട് സർവൈവ്. അതുകൊണ്ട് തന്നെ റിയാലിറ്റി ഇല്ല നമുക്ക്. അപ്പൊ ഇത് മാത്രമാണ് നമുക്കുള്ളെങ്കിലോ നമ്മൾ എല്ലാവരും തട്ടിപ്പറിക്കും, പിന്നെ കാണുന്നോടത്തിട്ട് സെക്സ് ചെയ്യും, എല്ലാവരോടും തട്ടിക്കയറി ചൂടാ വടിക്കും, ഉപ്പൊക്കെ ചെയ്യില്ലേ. സോ there must be a logic principle. In response to early frustration, however, we begin to learn something about the limitation imposed by real world. Real world എന്താണെന്ന് മനസ്സിലാവാൻ ഒരു പേഴ്സണാലിറ്റി തന്നെ വേണം. And we find that our wishes may not always be immediately fulfilled. അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും ഒറ്റയടിക്ക് ഫുൾഫിൽ ആവില്ല എന്ന ചിന്തയും നമുക്ക് അത്യാവശ്യമാണ്. This coming to grips with reality was described Freud and the development of ego, which involves perception, reasoning, learning, and all other activities necessary to interact effectively with the world around us. അവിടെയാണ് ഈഗോ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വേൾഡിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പെർസീവ് ചെയ്യുക, റീസൺ ചെയ്യുക, ലേൺ ചെയ്യുക, അതുപോലെ നമുക്ക് ഈ വേൾഡിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള ഘടകങ്ങൾ, റിയാലിറ്റിയുമായിട്ട് ലോജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഘടകങ്ങളാണ് ഈഗോയില് ഉണ്ടാവുക. അതേപോലെ ആ തട്ടിപ്പറിക്കാൻ പാടില്ല, അത് ആ കുട്ടിയുടെ അമ്മ മേടിച്ചു കൊടുത്തതാണ്, ഞാൻ ഒരാളുടെ കാര്യം തട്ടിപ്പറിക്കാൻ പാടില്ല, അത് റൈറ്റ് അല്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലേ, അത് നമുക്ക് തരുന്നത് ഈഗോ ആണ്. ഒരാളുടെ കാര്യത്തിലും നമുക്ക് അത് നമ്മൾ എപ്പോഴാന്ന് അറിയാം, നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നത് നമുക്ക് ഈഗോ കുറവാകുന്ന സമയത്ത്. അതായത് എന്നോട് അയാൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അത് നമുക്ക് തോന്നാത്തത് ഈഗോ ഉള്ളതിനെ കൊണ്ടാണ്. ഐ മീൻ ഈഗോയിൽ കണ്ടന്റ് കുറവായതിനെ കൊണ്ടാട്ടോ. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിയാലിറ്റി മനസ്സിലാവാത്തൊരു ഘട്ടം വരുന്നത് നമുക്ക് ഈഗോയില് കണ്ടന്റ്സ് കുറവായതിനെ. ഒരു സംഭവം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എനിക്ക് ഇന്റേണൽ മാർക്സ് കുറച്ചത് എന്നോടുള്ള പേഴ്സണൽ ദേഷ്യം കൊണ്ടാണെന്നും അല്ലാന്നും ഉണ്ടാവും. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കണം ഞാൻ ഒന്നും എഫേർട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം. യെസ്, മിസ്സിനോട് പേഴ്സണൽ ദേഷ്യമുണ്ട്, അതൊരു ഭാഗത്തുണ്ട്, പക്ഷെ ഞാൻ ഇന്നതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് മാത്രമായിരിക്കില്ല എന്ന് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അവിടെ ഈഗോ വർക്ക്ഔട്ട് ആണ്. അതായത് ശരിക്കും നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരാം, പക്ഷെ അതിനോടൊപ്പം അതിന്റെ റിയാലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഈഗോ ഉണ്ടായിരുന്നത്. എപ്പോഴും ഈഗോനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. യെസ്, നമുക്ക് പറയാം ആ ടീച്ചറും ഞാൻ തമ്മിൽ കണക്ഷൻ കറക്റ്റ് അല്ല, എന്നോട് ടീച്ചർക്ക് നല്ല ദേഷ്യമുണ്ട്, പക്ഷെ അത് കാരണമാണോ, അത് മാത്രമാണോ കാരണം എന്റെ ഇന്റേണൽസ് കുറക്കാൻ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഈഗോ വർക്ക്ഔട്ട് ആവും. അല്ലെങ്കിൽ ആ ടീച്ചറുള്ള ദേഷ്യം മാത്രമായിട്ട് നമുക്ക് മുന്നിട്ട് റിയാലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈഗോ ആണ്. ദസ് ഈഗോ ഡെവലപ്സ് ഔട്ട് ഓഫ് ഇറ്റ്. ഇഡിൽ നിന്ന്, അതായത് ഇഡിന്റെ റിയാലിറ്റിയാണ് ശരിക്കും ഈഗോ മനസ്സിലാക്കുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ട്രൈസ് ടു മാക്സിമൈസ് പ്ലഷർ ആൻഡ് മിനിമൈസ് പെയിൻ. കണ്ടോ, പ്ലഷർ മാക്സിമൈസ് ചെയ്യാനും പെയിന് കുറയ്ക്കാനും. നോക്കി ആലോചിച്ചേ, ഇഡ് തട്ടിപ്പറിക്കാൻ വെച്ച സാധനം ഈഗോ എന്താ പറയുന്നത്? തട്ടിപ്പറിക്കണ്ട, നാളെ അമ്മ പൈസ തരും, അപ്പൊ അത് എന്റേതാണ്, അപ്പൊ എനിക്ക് ആസ്വദിച്ച് കഴിക്കാം. ഇപ്പൊ തട്ടിപ്പറിച്ചാൽ കിട്ടുന്ന അടിയും ഒഴിവാക്കുന്നുണ്ട്. അതാണ് മാക്സിമൈസ് പ്ലഷർ, മിനിമൈസ് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി അടുത്തതാണ് സൂപ്പർ ഈഗോ. The third region is called super ego.
It ordinarily develops as children are exposed to moral values of their parents. പാരന്റ്സിന്റെ മോറൽ വാല്യൂസ്, നമ്മൾ ചുറ്റുമുള്ളവരുടെ മോറൽ വാല്യൂസിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് വരിക. അതായത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. In the setting, the child accepts the internalize the parental views of ideal behavior and their moral values, so that what is right and wrong. ഇവിടെയാണ് ഈ മൊറാലിറ്റി കുട്ടികളിൽ, അത് മതപരമായിക്കോട്ടെ, ജാതിപരമായിക്കോട്ടെ, മനുഷ്യത്വപരമായിക്കോട്ടെ, ഇത് പാരന്റ്സ് എടുക്കുന്നതാണ് കുട്ടികൾ ഐഡിയൽ ആയിട്ട് കാണും. ഈ മോറൽ വാല്യൂ പാരന്റ്സിന്റെ റൈറ്റ് ആയിരിക്കും കുട്ടികൾക്ക് റൈറ്റ്, പാരന്റ്സിന്റെ റോങ് ആയിരിക്കും കുട്ടികൾക്ക് റോങ്. ഈ അമ്മയും അച്ഛനും എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുറ്റം പറയുന്നത് ശരിയാണെന്ന് കുട്ടി വിചാരിക്കും. കുട്ടിയുടെ എന്താ, എല്ലാരെ പറ്റി കുറ്റം പറയാം, അതായിരിക്കും റൈറ്റ് ആയിട്ട് എടുക്കണം. These two aspects of superego are known as ego, ideal and conscience. അതുകൊണ്ടാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം വരുന്നത്, അല്ലെ? അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഇവിടുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. Like the ego, the superego spans all three levels of consciousness. Superego ശ്രദ്ധിക്കണേ, ഇത് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്, ഈഗോ കോൺഷ്യസ് ആണ്. പക്ഷെ സൂപ്പർ കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസും ആരുണ്ട്? സൂപ്പർ ഈഗോ ഉണ്ട്. While most of us are able to verbalize our ideals and our moral system, it is also true that we are not always aware of the reason of our strong emotional reactions such as on such issues. നമുക്കൊക്കെ മൊറാലിറ്റി ഉണ്ട്. ഈ മൊറാലിറ്റി എവിടെ നിന്ന് വന്ന് എന്ന് ചോദിച്ചാല് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല, അല്ലെ? അപ്പൊ ഈ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, ഷിരൂരില് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള അർജുൻ, അർജുന്റെ എന്താ പറയാ മുതലാളി മനാഫ്, അല്ലെ? അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിപ്പോ. മനാഫിനെ ഒത്തിരി പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഓന് അർജുന് വേണ്ടിയിട്ടൊന്നല്ല നിന്നത്, നിന്നത് ഓന്റെ വണ്ടി കിട്ടാനും ഇൻഷുറൻസ് കിട്ടാനും ഓന്റെ പൈസ കിട്ടാനും ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ തെറ്റ്? കാരണം അയാളുടെ 10-68 ലക്ഷം രൂപയുടെ വണ്ടി, അയാളെ ഫൈനാൻസ് ഇട്ട വണ്ടി, അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ വണ്ടി, അത് നഷ്ടപ്പെട്ടതാണ്. ഇനി അതിന് വേണ്ടിയാണ് അയാൾ നിൽക്കുന്നതെങ്കിലും എന്താണ് തെറ്റ്? അത് നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റാം? പക്ഷെ ആളുകളെ പലരും മനാഫിനെ വളരെ നീചമായിട്ട് കുറ്റപ്പെടുത്തുന്ന കണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല, കണ്ടല്ലോ. അത് അവരുടെ മൊറാലിറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ മൊറാലിറ്റി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് ഹാവ്. അതാണ് കോൺഷ്യസിലും പ്രീകോൺഷ്യസിലും അൺകോൺഷ്യസിലും സൂപ്പർ ഈഗോയുടെ മെറ്റീരിയല് കിടക്കുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടിന്റെ പക്ഷം, തല്ലിയ ശരിയായിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഈ മൊറാലിറ്റി വന്നത്? എവിടെ ഈ റീസൺ ചെയ്യുമ്പോൾ ഈ റീസൺ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ എന്താ പറയാ, നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഈ അടുത്തൊരു കേസ് വന്നപ്പം ഒരു മുസ്ലിം വിഭാഗത്തില് പല വിഭാഗങ്ങളുണ്ടല്ലോ, കുറെ സുന്നി, മുജാഹിദ്, സുന്നിയിൽ തന്നെ പല പല വിഭാഗങ്ങള്. അപ്പം അതിലൊരു വിഭാഗത്തിലൊരു കുട്ടി വന്നപ്പം ആ കുട്ടി പറഞ്ഞത് മറ്റൊരു വിഭാഗത്തോട് സലാം പറയുന്നത് പോലെ തെറ്റാണെന്ന് അവരുടെ മദ്രസയിൽ ഉസ്താദൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലെ ലോജിക്ക് ചോദിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് മൊറാലിറ്റി. എന്ന് വെച്ചാല് നമ്മള് ആ മൊറാലിറ്റി നമുക്ക് ഓക്കെ, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവും. Thus, superego deals with ideas. It represents the societal demands and ആ സൊസൈറ്റിയുടെ അല്ലെ, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിക്കിനി ഇട്ട ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചീത്തയാണെന്ന് പറയും. എന്തുകൊണ്ട് ചീത്ത എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഉത്തരം പറയാൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ പറയും പിന്നെ അല്പവസ്ത്രധാരിയാളായ പെൺകുട്ടികളോട് കാമം തോന്നും, അല്ലെങ്കിൽ ലസ്റ്റ് തോന്നും, അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ തോന്നും എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് അമേരിക്കയിലുള്ള ഒരു ബീച്ചിൽ മൊത്തം ബിക്കിനി ഇട്ടുള്ള അവരാരും ഒന്നും ചെയ്യുന്നില്ല? അപ്പൊ മൂടി നടന്നാൽ ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സമയത്ത് എന്നെ നോക്കിയ ഒരാള് ബസ്സിൽ ഇരുന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെ ഞാൻ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കിയത് പോൺ വീഡിയോസിൽ, ഹിജാബ് പോൺ വീഡിയോസിനൊക്കെ നല്ല റേറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? വസ്ത്രം തന്നെയാണോ പ്രശ്നം? അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ? അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ഇട്ട കാമത്തോടെ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ അതേ വസ്ത്രം വേറെ സ്ഥലത്തിടുമ്പോ അവിടെ എന്തുകൊണ്ട് അബ്യൂസ് നടക്കുന്നില്ല? അപ്പം നമുക്കത് മൊറാലിറ്റി ഇൻഡസ്ട്രിയുടെ കോഴ്സും കാര്യങ്ങളൊന്നും, അത് നമ്മുടെ സൊസൈറ്റിയുടെ ഡിമാൻഡ്സും ഐഡിയൽസും വെച്ചിട്ടാണ്. It is also responsible for creating the feeling of guilt and punishes the person for if he or she falls short of the societal norms and ideals. കേട്ടോ? അപ്പോൾ അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് ഐഡിയൽസിന് അപ്പുറത്തോട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താല് നമ്മുടെ ഉള്ളിൽ ഗിൽട്ടൊക്കെ ഉണ്ടാക്കുന്ന ശരിക്കും സൂപ്പർ ഈഗോ ആട്ടോ. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു, അത് ഐഡിയൽ അല്ല, അതുകൊണ്ട് ഞാൻ തെറ്റുകാരിയാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം പോലും സൂപ്പർ ഈഗോയില് ഐഡിയൽ ആയിട്ട് കിടക്കുന്നതിന് അപ്പുറത്തോട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്.
അപ്പൊ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും വളരെ വിശദമായിട്ട് മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ? പറഞ്ഞേ. ഈ മെറ്റീരിയൽ കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടുന്ന കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? എല്ലാരും പറഞ്ഞേ മനസ്സിലായോ? ഇഡു ഈഗോ സൂപ്പർ ഈഗോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞേ. ഇല്ല മിസ്, മനസ്സിലായി. അപ്പോ മാം. ഇന്ന് നമുക്ക് ഇത്രയും മതി. ഞാൻ വിചാരിക്കുന്ന ഒറ്റ ക്ലാസ് കേട്ടോ. ഫ്രോയിഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി, ഡിഫൻസ് മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ഫ്രോയിഡ്സ് തിയറി, അത്രയും കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മൾ നാളത്തെ ക്ലാസ്സിൽ എടുത്തിട്ട് പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. It's me, Abdul Nafi, signing off. Bye. Take care.